പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇനി പോകുന്ന കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് നരിക്കുനിയിൽ വീട്ടിൽ കയറി തോക്കു ചൂണ്ടി മൂന്നംഗ സംഘം ആക്രമിച്ചതായി പരാതി വരുന്നു. നരിക്കുനി സ്വദേശിയായ റഹീസിന്റെ വീട്ടിലാണ് ആക്രമണം നടന്നത്. വീട്ടുകാർ ബഹളം വെച്ചതോടെ അക്രമി സംഘം രക്ഷപ്പെട്ടു. പ്രതികരണത്തിലേക്കും ദൃശ്യങ്ങളിലേക്കും. നല്ലോണം ആദ്യം ഓന് പോയി പുറത്തേക്ക് ഇറങ്ങി. ഇവര് മൂന്നും എന്തോ ചീത്ത പറയുകയും പിന്നെ അങ്ങനെ ഈ കേസിന്റെ കഥ പറയുകയൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വന്നും കാണി ഞങ്ങളെ തോക്കെടുത്ത് ചൂണ്ടുകയും പിന്നെ കഴുത്തിലൊക്കെ പിടിച്ച് പാപ്പനെയും മോനെയും കൂടി നിലത്ത് തള്ളിയിട്ടാഞ്ഞു. ഞാൻ വിളിച്ച് നിലവിളിച്ച് ഇവരറിഞ്ഞ് ഓടിക്കാഞ്ഞു. ഇവര് പിന്നെ ഞങ്ങളോട് കുറെ പറഞ്ഞും കാണി പിന്നെ അവർ ഓടി ഇറങ്ങി. ആകാശ് തരത്തിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആകാശ്, ഗുഡ് മോർണിംഗ്. ശരിക്കും എന്താ ആകാശ് സംഭവിച്ചത്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഇത് ഇന്നലെ രാത്രി 9 മണിയോട് കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്. നരിക്കുരി പന്നിക്കൊട്ടൂർ എന്ന സ്ഥലത്താണ് വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായത്. റഹീസ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ കയറി വന്ന മൂന്നംഗ സംഘം ഇവരുമായി തർക്കത്തിലേർപ്പെടുകയും കയ്യിൽ കരുതിയ തോക്കെടുത്ത് ഈ റഹീസിന് നേരെ ചുണ്ടുകയുമായിരുന്നു. അതിലെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഇവരുടെ പ്രായമായ ഉമ്മയുൾപ്പെടെയുള്ള ആളുകൾ വീട്ടിലുള്ള സമയത്താണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവത്തിന് കാരണമെന്ന് പറയുന്നത് ഈ റഹീസിൻ്റെ അനിയൻ റമീസിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് ഒരു കേസ് കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭാര്യ വീട്ടുകാർ പല തവണയായി ഇവരെ സമീപിച്ചിരുന്നു. എന്നാൽ കേസുമായി മുന്നോട്ട് പോകുമെന്ന് റമീസ് പറയുകയും റമീസിന് പിന്തുണയുമായി സഹോദരനായ റഹീസ് പിന്തുണ നൽകിയത് അതിന് വലിയ രീതിയിൽ എതിർപ്പുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ റഹീസിനെ ഈ സംഘം കുറച്ച് ദിവസങ്ങളായി ബൈക്കിൽ പിന്തുടരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ റഹീസിന്റെ ഇപ്പോൾ നിലവിൽ തോക്ക് ചൂണ്ടിയിരിക്കുന്ന റഹീസിന്റെ അനിയൻ റമീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. റമീസിനെ പിന്തുണച്ചതിനായിരുന്നു റഹീസിനെ വീട്ടിൽ കയറി വന്ന് ഈ മൂന്നംഗ സംഘം തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഈ സംഘത്തിലെപ്പെട്ട ആരെയും നിലവിൽ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇവരെ റഹീസിന് മുൻപരിചയവും മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ തന്നെ മൂന്നംഗ സംഘം പിന്തുടരുകയും കൂടാതെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പല തവണയും ഈ റഹീസിനെ പലരും സമീപിച്ചിരുന്നതായും കേസ് പിൻവലിക്കണമെന്ന് പറയുകയുൾപ്പെടെ ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ഭാഗമായി തന്നെ ഈ മൂന്നംഗ സംഘം ഇന്നലെ രാത്രി 9 മണിക്ക് വരെ വീട്ടിലേക്ക് കയറി വന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് കേസ് പിൻവലിക്കണം, അല്ലെങ്കിൽ ഒരു ഭീഷണിയുടെ സ്വരം തന്നെ അവിടെ ഉയർത്തിയിരുന്നു. ഈ കേസ് പിൻവലിക്കണം എന്നുൾപ്പെടെ കാര്യങ്ങൾ പറയുകയാണ്. മൂന്നംഗ സംഘത്തിലുള്ള ഒരാൾ റഹീസിന് നേരെ തോക്ക് ചുണ്ടുകയുമായിരുന്നു. ശേഷം ഇവരുടെ വീട്ടിൽ നിന്നും ആളുകൾ ഇറങ്ങി വന്ന് ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ സ്ഥലത്തേക്ക് എത്തുകയും ഈ മൂന്നംഗ സംഘം ബൈക്കിൽ കടന്നു കളയുകയുമായിരുന്നു. നിലവിൽ കൊടുവള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങളും കൂടാതെ ഈ വണ്ടിയുടെ നമ്പർ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. നിലവിൽ പറയുന്നത് കൊട്ടേഷൻ സംഘമാണ് ഈ പ്രവർത്തിക്ക് പിന്നിൽ എന്നാണ് ഇപ്പോൾ റഹീസ് പറയുന്നത്. റഹീസിന് മുൻപരിചയവും മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു മൂന്നംഗ സംഘമാണ് ഈ കേസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വീട്ടിലേക്ക് കയറി വരികയും ഇത്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൊടുവള്ളി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ മൂന്നംഗ സംഘത്തിന് ഇതിൽ കേസ് അന്വേഷണത്തിന് തുടക്കമായിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആകാശ്.